വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മളത് വാങ്ങിക്കുമ്പോൾ നമ്മളെടുക്കുന്ന ചെറിയ അശ്രദ്ധ എത്രയോ വലിയ അപകടമാണ് നമുക്കുണ്ടാക്കുന്നതെന്ന് നമ്മളാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ക്ലോസറ്റ് വാങ്ങിക്കാൻ നിങ്ങളെടുക്കുന്ന ശ്രദ്ധ പോലും, അത് വിലയുടെ കാര്യത്തിലാവട്ടെ, ക്വാളിറ്റിയുടെ കാര്യത്തിലാവട്ടെ, ഇനി കമ്പനിയുടെ കാര്യത്തിൽ പോലും ആവട്ടെ, അത്രയും ശ്രദ്ധ പോലും വാട്ടർ ടാങ്കിന് എടുക്കുന്നില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥം തന്നെയാണ്. കുറേ ആളുകളെങ്കിലും വില മാത്രം നോക്കി പല സ്ഥലത്തും അന്വേഷിച്ച് ഏറ്റവും വിലക്കുറവുള്ളത് നോക്കി വാങ്ങിക്കുന്നതായി കാണാറുണ്ട്. വാട്ടർ ടാങ്ക് വാങ്ങിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഇതാ. ഒന്നാമത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിലയല്ല പ്രധാനം, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ്. നമുക്കറിയാം അയൽ സംസ്ഥാനത്ത് നിന്നെല്ലാം ഒരുപാട് വില കുറച്ച് വാട്ടർ ടാങ്കുകൾ നമുക്കിവിടെ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലുപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എല്ലാം ഇന്ത്യയിൽ മുഴുവൻ റിലയൻസാണ്. റിലയൻസ് എല്ലാം ഒരു വിലക്കാണ് വിൽക്കുന്നത്. പക്ഷേ വില കുറക്കുവാൻ വേണ്ടി കച്ചവടം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിലേക്ക് റീപ്രോസസ്സിംഗ് ആയിട്ടുള്ള, അതായത് RP പ്രൊഡക്റ്റ് എന്ന് പറയും, പലതരം വേസ്റ്റ് പ്ലാസ്റ്റിക്, എല്ലാ വസ്തുക്കളും എന്തൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടോ ഇതെല്ലാം പൊടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പൊടി വെറും 40 രൂപക്കോ 30 രൂപക്കോ മാർക്കറ്റിൽ കിട്ടാണ്ട് ഇത് ചേർത്ത് ഈ ടാങ്കിൻ്റെ വില കുറക്കാൻ വേണ്ടി മാത്രം, ചുരുക്കി പറഞ്ഞാൽ കച്ചവട മനസ്സ് മാത്രം വെച്ചുകൊണ്ട് ഈ ടാങ്ക് നിർമ്മിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് വരുന്നുണ്ട്. ഇതെങ്ങനെ തിരിച്ചറിയാം? ഇത് തിരിച്ചറിയുന്നത് നമുക്കൊന്ന് സ്മെല്ല് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രൂക്ഷമായ പ്ലാസ്റ്റിക്കിൻ്റെ ഗന്ധം നമുക്ക് അനുഭവപ്പെടും. തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം അതാണ്. രണ്ടാമത്, അതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ഡാർക്കിഷ് ബ്ലൂ ആയിരിക്കും. ഈ 2 കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് തീർത്തും ആരോഗ്യത്തെ ബാധിക്കുന്നത് തന്നെയാണ്. വെർജിൻ പ്ലാസ്റ്റിക്കിൽ നിർമ്മിക്കുന്ന വാട്ടർ ടാങ്ക് ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ല. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ 3 ലെയറായും 4 ലെയറായും എല്ലാം നമുക്ക് ടാങ്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ 3 ലെയർ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെ പരിശോധിക്കാൻ പറ്റും? പ്ലംബർ ടാങ്ക് കണക്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ചെറിയൊരു കഷ്ണമുണ്ട്. ആ കഷ്ണം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് 3 ലെയർ ആണോ അതോ നിങ്ങൾ പറ്റിക്കപ്പെട്ടോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതുമാണ്, ആരും ശ്രദ്ധിക്കപ്പെടാത്തതുമാണ്. കാരണം ടാങ്കിൻ്റെ ലിഡ് എന്ന് പറയുന്ന ടാങ്കിൻ്റെ മൂടിയാണ്. യഥാർത്ഥത്തിൽ ഈ ടാങ്കിൻ്റെ ക്വാളിറ്റി മൂടിക്കില്ല. കാരണം എല്ലാ കമ്പനിക്കാരും ഇതിൻ്റെ ലിഡ് ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. അത് PP മെറ്റീരിയലാണ്. PP മെറ്റീരിയലിൻ്റെ പ്രത്യേകത, കുറേ നാൾ വെയിൽ കൊണ്ടു കഴിയുമ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞ് ഈ വാട്ടർ ടാങ്കിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടാങ്കിൻ്റെ മൂടി കുറഞ്ഞത് 2 വർഷം, വർഷം മാറ്റേണ്ടതാണ്, കുറഞ്ഞത് 2 വർഷം കൂടുമ്പോഴെങ്കിലും ഈ ടാങ്കിൻ്റെ മൂടി മാറ്റിയേ തീരൂ. അത് തികച്ചും ആരോഗ്യ പ്രശ്നമുണ്ടാകുന്ന, എന്നാൽ ആരും ശ്രദ്ധിക്കപ്പെടാത്തതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം അൾട്രാ വയലറ്റ് കണ്ടൻ്റാണ്. കുറഞ്ഞ ടാങ്കുകളിൽ അൾട്രാ വയലറ്റ് ഉപയോഗിക്കുന്നില്ല. എന്നാൽ വെർജിൻ ടാങ്ക് നിർമ്മിക്കുന്ന എല്ലാ കമ്പനികളും അൾട്രാ വയലറ്റ് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാ വയലറ്റ് അഥവാ UV ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ക്രാക്ക് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഇതുമൂലം മാറിക്കിട്ടുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്, നമ്മളുടെ വയറിലേക്ക് എത്തേണ്ടതാണ്. അത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ അകത്തേക്ക് പോകുന്ന വെള്ളം ശുദ്ധമാണെന്ന് നോക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ മാത്രം ബാധ്യതയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.